സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ചെസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സീന് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ തേർഡ് സീനാണ്. നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് സീ പോയിട്ട് അവിടുന്ന് ചെസ്റ്റ് കളക്ട് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് സീ വന്നിട്ട് സെക്കൻഡ് സീന്നും കുറച്ച് ചെസ്റ്റ് കളക്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ വന്നിട്ട് തേർഡ് സീൽ ചെസ്റ്റ് ഒന്നും കളക്ട് ചെയ്യാനൊന്നും അങ്ങനെ പോകുന്നില്ല. നമ്മൾ തേർഡ് സീലും കൂടെ ചെസ്റ്റ് കളക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ മിനിറ്റ് ആവും ഗൈസ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് സീയും സെക്കൻഡ് സീനും മാത്രം ചെസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് സീലാണ്. അപ്പോൾ നമ്മൾക്ക് പൈററ്റ്സിൻ്റെ ടീമിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ പോർട്ടൽ ഫ്രൂട്ടാണ്. അത് കാരണം നമ്മൾക്ക് പെട്ടെന്ന് എവിടെ വേണമെങ്കിലും ടെലിപ്പോർട്ടായിട്ട് പോയിട്ട് ചെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും. ഈ ഫ്രൂട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല. എവിടെയാണെങ്കിലും സ്പീഡിൽ പോകാൻ പറ്റും. ആദ്യം നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ സ്പോണായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചെസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാം. ഇവിടെ ആകെ 2 ചെസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സൈഡിലത്തെ ഒരു ചെസ്റ്റും ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു സ്റ്റെപ്പ് കണ്ടോ, അവിടെ ഒരു ചെസ്റ്റും ഉണ്ടാവും. പിന്നെ ഈ സൈഡിൽ ഒരു ചെസ്റ്റും ഉണ്ടാവും. കുറേ ചെസ്റ്റുകളൊക്കെ ഓരോ സൈഡുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളത് കണ്ടുപിടിച്ചിട്ട് എടുക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ മിഷൻ. അപ്പം നമ്മൾക്കിനി സ്നോ വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ചെസ്റ്റ് കളക്ട് ചെയ്യാം. സ്നോ വില്ലേജിലായിരിക്കും കൂടുതൽ ചെസ്റ്റും. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കാണാനും ഇല്ല. നമുക്കെന്തായാലും മുകളിൽ പോയിട്ട് എടുത്ത് നോക്കട്ടെ. മുകളിലേക്ക് പോകുന്ന ഒരു സൈഡ് ഒരു ചെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ചെസ്റ്റ് നമുക്ക് കളക്ട് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയൊരു വീടുണ്ടാവും. അതിൻ്റെ അകത്ത് ഇത് ചെസ്റ്റൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, അത് നമ്മൾക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ഈ ചെസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തൊരു ചെസ്റ്റും കൂടി ഉണ്ട്, അപ്പോൾ നമ്മൾക്ക് അതും കൂടെ കളക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാടി എടുക്കണം. കിട്ടുന്നില്ല ഈ സാധനം. നമുക്കൊന്നും കൂടി അതിൻ്റെ അകത്ത് കയറിയിട്ട് ചെസ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് പറ്റുന്നത്ര ചെസ്റ്റുകൾ നമ്മൾ എടുക്കും ഗൈസ്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് പോകണം. കൊളോസിയത്തിൽ പോവാ. ഓക്കെ, കൊളോസിയത്തിൽ പോവാ ഗൈസ്. കൊളോസിയത്തിൽ 2 ചെസ്റ്റുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ആകെ 2 ചെസ്റ്റുകൾ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്ന ആൾക്കാരൊക്കെ. നമുക്ക് അവിടെ പോയി ഒന്ന് എടുത്തു നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്തോ. അപ്പോഴേ നമ്മൾക്ക് ഇത്രയും കൂടെ ചെസ്റ്റുകളൊക്കെ കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ്, എൻ്റെ കൈ അറിയാണ്ട് പോർട്ടൽ ഡാഷിൽ എൻ്റെ കൈ അറിയാണ്ട് തട്ടി. അത് കാരണം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് അപ്പോഴേ തെറിച്ചുകൊണ്ട് പോയി ഒരു സൈഡ്. ഓക്കെ, ഇനി അപ്പുറത്തും കൂടെ പോകണം. ഇപ്രാവശ്യം നമുക്ക് പോർട്ടൽ ഡാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് നോക്കിയതാണ്. പക്ഷേ ഓർമ്മയില്ലാണ്ട് പാരലൽ എസ്കേപ്പിൽ തൊട്ടു കൈ. പിന്നെ ഗൈസ്, നമ്മളിനി സ്കൈലാൻഡിൽ പോകണം. ഓക്കെ, സ്കൈലാൻഡിൽ സ്പോൺ ആവുന്ന ഒരു സൈഡ് നമ്മൾ ഒരു ചെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തു. പിന്നെ ഗൈസ്, ഈ പോർട്ടൽ ഫ്രൂട്ടിലില്ലേ ഒരു സൈഡ് സ്പോണായി വെച്ചോ. നമ്മൾ അറിയാണ്ടെങ്കിലും ഒന്ന് അനങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്തിന് മുന്നിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കും ലൂപ്പ് മാതിരി. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കുറച്ച് ചെസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇപ്പം തന്നെ 3 മിനിറ്റായി. നമുക്ക് പെട്ടെന്ന് മറ്റേ മിഡിൽ ടൗണിൽ പോയിട്ട് അവിടുന്ന് ചെസ്റ്റ് കളക്ട് ചെയ്യുക. പിന്നെ ഗൈസ്, ഇവിടെ അങ്ങനെ ചെസ്റ്റ് ഒന്നും കാണാനില്ല. ചെസ്റ്റും ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഇപ്പം തന്നെ 4 മിനിറ്റായി ഗൈസ്. ഇവിടെ ഒരു ചെസ്റ്റ് കണ്ടു, നമുക്ക് പെട്ടെന്ന് അത് എടുക്കണം. ഇപ്പം തന്നെ 4 മിനിറ്റായി. പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് സീനിൽ പോകണം ഗൈസ്. ഫസ്റ്റ് സീനിൽ നമ്മൾ പറ്റുന്നത്രയും ചെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻ റെക്കോർഡർ ഉള്ള കാരണമാണ് നമ്മൾ ഇത്രയും ടൈമായി വേണം കണ്ട് അർജൻറ്റായ കാരണം. ഈ നമ്മളൊക്കെ ഇന്ന് വീഡിയോകളൊക്കെ 5, 8 അത്രയും മിനിറ്റൊക്കെ വരുള്ളൂ. അത്രയാണ് മാക്സിമം ലോങ് പറയുന്നത് നമുക്കൊക്കെ. അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ ലോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അങ്ങനെ കാണില്ല. പെട്ടെന്ന് ഇട്ടും സ്കിപ്പ് ചെയ്തും കണ്ട് പോവും. അത് കഴിഞ്ഞ് നമ്മൾ 5, 8 അത്രയെങ്കിലും മിനിമം അത്രയെങ്കിലും ലോങ്ങിലാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പം തന്നെ ഒരു 4-5 മിനിറ്റായി എന്നൊക്കെ പറയുമ്പോൾ അർജൻറ്റായിട്ട്
എന്താണ് ടക്ക് നമ്മൾ സെക്കൻഡ് സീക്ക് തന്നെ വന്നു. ഫസ്റ്റ് സീലാണെങ്കിലും അങ്ങനെ ചില സൈഡൊന്നും ചെസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സർവർ മാറ്റി ചെസ്റ്റുകളൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയമാകും ഗൈസ്. നമ്മൾ ഈ വീഡിയോ ചെയ്യാണ്ട് സാധാരണ ചെസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും പോയിട്ട് എല്ലാ മുക്കും മുള്ളിലും തപ്പിയിട്ട് എല്ലാവരെയും പോയിട്ട് നമ്മൾ ചെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്നും എടുക്കാം. ഓക്കെ, നമ്മൾക്ക് മുകളിൽ പോവാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ സെക്കൻഡ് സീൽ ഒരു സ്നോ വില്ലേജ് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾക്ക് വൈറ്റ് ക്ലൗഡ് പറഞ്ഞൊരു ജെറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 955 അത്രയെങ്കിലും 55 പിന്നെ 197 അത്ര ഉണ്ട് പൈസകളൊക്കെ. നമ്മളിപ്പോൾ റോൾ ചെയ്തായി പൈസ ഇത്തിരി കളയാൻ നോക്കിയതാണ്. റോൾ ചെയ്ത് കിട്ടിയതാണെങ്കിൽ റോക്കറ്റും പൈസ കണ്ടിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. പറ്റാന്നത് കളയാൻ നോക്കും. നമ്മൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ മിനിമം ഒരു 100 ആക്കും. ഓക്കെ ഗൈസ്, നമുക്ക് റോക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ കളഞ്ഞു ഗൈസ്. റോക്കറ്റ് നമ്മൾ കഴിക്കാനും പോലില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ റോബക്സ് വേണം പറയും അവർ. റോബക്സിനാണെങ്കിൽ ശരിക്കത്തെ പൈസ കൊടുക്കണം. അത് കാരണം പിന്നെ അതുവരെയൊന്നും പോയി മെനക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ പൈസ പോയത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, നമ്മൾ പൈസ പോയിട്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾക്കൊരു ചെസ്റ്റും കൂടെ കിട്ടുക. നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു 6 മിനിറ്റായി. നമ്മൾ 2-3 സൈഡിൽ നിന്നൊക്കെ ചെസ്റ്റൊക്കെ കളക്ട് ചെയ്തു ഗൈസ്. ഇനി ഈ സൈഡ് ഒരു ചെസ്റ്റ് ഉണ്ട്, അതും കൂടെ കളക്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ 5 മിനിറ്റിൻ്റെ അത്രയ്ക്ക് ലോങ് ആക്കിയിട്ട് 5 മിനിറ്റിൻ്റെ അത്രയ്ക്ക് ഇത്തിരി ലോങ് ഷോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് മിനിമം ഒതുക്കിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴേക്ക് 7 മിനിറ്റായി. ഇപ്പം 5 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഒതുക്കിയിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ കൂടുതലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ്ട് പോകണം. നമുക്ക് അതിൻ്റെ അത്രയ്ക്ക് സമയം കിട്ടി. ചിലപ്പോൾ കൈ തട്ടിയിട്ട് ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡർ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഇൻഡു ഓപ്ഷനിൽ തട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡർ പോയി. പിന്നെ ആകെ കുറച്ച് വീഡിയോ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും. അത് കാരണം അത്രയ്ക്കൊന്നും മെനക്കെണ്ടാവുന്നുണ്ട്. അത് കാരണം നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ മാക്സിമം ആയിട്ട് എടുത്തു. ഇത്രയെങ്കിലും പൈസ മാക്സിമം എടുത്തു. പിന്നെ റോൾ ചെയ്തപ്പോൾ പൈസ വേറെ പോയി. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി ഫ്രീ ഫയറിൻ്റെയും പബ്ജിൻ്റെയും വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി മറ്റേ റോബ്ലോക്സിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കൂടി ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ഫയറിൻ്റെയും പബ്ജിൻ്റെയും വീഡിയോ ഇടണം. നമ്മൾ വന്നിട്ട് 3 ഗെയിംസാണ് ഇനി നോക്കാൻ പോകുന്നത്. റോബ്ലോക്സ്, പബ്ജി, ഫ്രീ ഫയർ. നമ്മളൊക്കെ പണ്ട് ഇന്ത്യ